ഇനി റുക്കൂഇൽ നമ്മൾ കൈ വെക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാൽമുട്ടുകൾക്ക് മുകളിലാണ് കൈവച്ചത്. വദഅ യദൈഹി അലാ റുക്ബതൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കൈകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ചത് കാൽമുട്ടുകൾക്ക് മുകളിലായിട്ടാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, റുക്കൂ ചെയ്യുമ്പോൾ തൊടയുടെ മുകളിൽ എന്ത് ചെയ്യും, കൈവെക്കും. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ കൈവച്ചത്? കാൽമുട്ടുകളിലാണ് കൈവച്ചത്. മാത്രമല്ല, കാന ഇദാ റകഅ ഫറജ ബൈന അസാബിഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിരുന്നു? വിരലുകൾ അകറ്റി വെച്ചിരുന്നു. റുക്കൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വിരലുകൾ അകറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. വഇദാ സജദ ضم അസാബിഅഹു. എന്നാൽ സുജൂദ് ചെയ്യുമ്പോഴോ കൈവിരലുകൾ ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. ഇത് റുക്കൂയിലും സുജൂദിലും കൈ വെക്കുന്നിടത്ത് ഉള്ള മാറ്റാണ്, വ്യത്യാസമാണ്. റുക്കൂയിലാകുമ്പോൾ നമ്മൾ കൈകളല്ല കൈവിരലുകൾ എന്ത് ചെയ്യുക, അകറ്റി വെക്കുക. സുജൂദിലാകുമ്പോൾ കൈവിരലുകൾ ചേർത്ത് വെക്കുക. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി റുക്കൂ ചെയ്യുമ്പോൾ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യും, ചില ആൾക്കാർ റുക്കൂ ചെയ്യും. മുട്ട് മടക്കിയിട്ട് ഇങ്ങനെ വളഞ്ഞു നിന്നിട്ട് റുക്കൂ ചെയ്യും. അത് ശരിയല്ല. മുട്ട് നേരെ തന്നെ നിർത്തിയിട്ടാണ്. എന്നാൽ അങ്ങനെ നിവർത്തി നിൽക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അവരെ സൗകര്യം പോലെ ചെയ്യാം. എന്നാൽ പ്രശ്നമൊന്നും ഇല്ലാത്തവരെന്ത് ചെയ്യണം, നേരെ തന്നെ നിന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, മുട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യരുത്, റുക്കൂ ചെയ്യരുത്. അതുപോലെ തന്നെ തല എന്ത് ചെയ്യരുത്, കൂടുതൽ താഴ്ത്തരുത്. അതും റുക്കൂവിൽ വരുന്നൊരു പിഴവാണ്. കൂടുതൽ എന്ത് ചെയ്യും, തല താഴ്ത്തും. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇതാണ് നിസ്കാരത്തിൻ്റെ എത്രാമത്തെ റുക്കിന്? 4ാമത്തെ റുക്കിന്. അപ്പോൾ ഒരാൾ ഒരു റക്അത്തിൽ റുക്കൂ മറന്നു, അയാൾ എന്ത് ചെയ്യണം? 2ാമത്തെ റക്അത്തിൽ എത്തിയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് എന്ത്, 1ാമത്തെ റക്അത്തിൽ റുക്കൂ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അയാളുടെ 1ാമത്തെ റക്അത്ത് ക്യാൻസലായി. ആ 1ാമത്തെ റക്അത്ത് പരിഗണിക്കൂല. 2ാമത്തെ റക്അത്ത് 1ാമത്തെ റക്അത്തായിട്ട് കണക്ക് കൂട്ടും. എന്നിട്ട് ബാക്കി നിസ്കരിക്കാണ് വേണ്ടത്. ഇനി നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് മനസ്സിലായത് എന്ത്, റുക്കൂ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഉടനെ തൊട്ടടുത്ത സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അയാൾ ആ നഷ്ടപ്പെട്ട റക്അത്ത് എന്ത് ചെയ്താൽ മതി, പൂർത്തിയാക്കിയാൽ മതി. എന്നാൽ കുറേ സമയം കഴിഞ്ഞു, ഒരു വിടവൊക്കെ വന്നു, അപ്പോഴാണ് മനസ്സിലായതെങ്കിൽ എന്ത് ചെയ്യണം, നിസ്കാരം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യണം, മടക്കി നിർവഹിക്കണം. അപ്പം ഇതാണ് 4ാമത്തെ റുക്ന്, അർ-റുകൂഉ. ഒരു റക്അത്ത്, ആ നഷ്ടപ്പെട്ട റക്അത്ത് മടക്കിയാൽ മതി. സലാം വീട്ടി ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നെങ്കിൽ എന്ത് ചെയ്യണം, നിസ്കാരം പൂർണ്ണമായിട്ടും മടക്കണം.